രാവിലെ തന്നെ ചായ ഇട്ട് ഇങ്ങനെ വെച്ച് ജനലിൽ വെച്ചിട്ട് തുറന്നിടുമ്പോഴത്തേക്ക് പൂച്ചകളും കാക്കകളും ഒക്കെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. ജനൽ തുറക്കുമ്പോൾ തന്നെ അവരൊക്കെ ഹാജരായിക്കോളും. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് മുരിങ്ങയില തോരനും കുറച്ച് വെള്ളരിക്ക മോര് കറിയും കൂടെ ആട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം സമയം എടുത്ത് നല്ല അടിപൊളിയായിട്ട് തനി നാടൻ സ്റ്റൈലിലൊന്ന് മീൻ കറി വയ്ക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും പകുതി മുരിങ്ങക്കോലും പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, നമ്മുടെ തൊണ്ടൻ പച്ചമുളക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഇരിപ്പില്ല. അപ്പോൾ അതും ടൊമാറ്റോ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പലരും പല രീതിയിലായിരിക്കും മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ചെറുള്ളി ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അയല മീനുണ്ട്, നമ്മുടെ ചൂര മീനുണ്ടല്ലോ ചെറുത്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചധികം പുളി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അത്യാവശ്യം എരിവും പുളിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും കേട്ടോ. എനിക്ക് മീൻ കറിക്ക് നല്ല എരിവും പുളിയൊക്കെ ഉള്ളതാണ് കുറച്ചുകൂടി ഇഷ്ടം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് മീൻ കറി വെച്ചാൽ നാളത്തേക്കും കൂടി എടുക്കാമല്ലോ എന്നുള്ള പ്ലാനിലാണ് കേട്ടോ വയ്ക്കുന്നത്. കാരണം നാളെ മുതലിന് അടുത്ത ഫ്രൈഡേ വരെ ബിസി ടൈമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിലേക്ക് പോകുന്നു, അങ്ങനെ നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവധിയുള്ള ദിവസം മാത്രമാണ് കുറച്ചധികം ടൈം എടുത്ത് ഇതുപോലുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് കുറുകി ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. കടുകും വറ്റലും മുളകും കറിവേപ്പിൻ്റെ ഇലയും ചെറുള്ളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് താളിച്ചെടുത്ത മീൻ കറിയും ചോറും മുരിങ്ങയില തോരനാണ് കേട്ടോ ഇന്ന്.